ആഗസ്റ്റ് മാസം 3-ാം തീയതി മുതൽ ഇനി പറയുന്ന നക്ഷത്രജാതകരുടെ ജീവിതത്തിൽ സകലവിധ ഉയർച്ചയും ഉണ്ടാവും. ഈ മാസം സംഭവിക്കുന്ന ഗ്രഹമാറ്റം ഈ നക്ഷത്രക്കാരെ ഉയർച്ചയിലേക്ക് നയിക്കും. പ്രധാനമായും സൂര്യൻ, ബുധൻ, ശുക്രൻ, ചൊവ്വ ഗ്രഹങ്ങൾക്കാണ് മാറ്റം സംഭവിക്കുന്നത്. ഈ ഗ്രഹമാറ്റമാണ് ഈ നക്ഷത്രക്കാരെ ഉയർച്ചയുടെ പടവുകളിലേക്ക് നയിക്കുന്നത്. ഈ നക്ഷത്രജാതകർ ആരെന്നറിയും മുമ്പ് ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ നക്ഷത്രവും ജനനതീയതിയും സ്ഥലവും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഞങ്ങളുടെ പ്രാർത്ഥനയാൽ ദേവി മഹാമായയുടെ അനുഗ്രഹവും പ്രാർത്ഥനകളും നിങ്ങൾക്കുമുണ്ടാവും. ആഗസ്റ്റ് മാസം 3-ാം തീയതി മുതലാണ് ഈ നക്ഷത്രജാതകരുടെ ജീവിതം വ്യത്യസ്തപ്പെടുന്നത്. ഒരു പുതിയ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത് പോലുള്ള അനുഗ്രഹമാണ് ഇവർക്കുണ്ടാവുന്നത്. ഇവരുടെ സ്ഥിതി ആകെ മാറ്റപ്പെടും. അശ്വതി നക്ഷത്രക്കാർക്കാണ് ഗ്രഹമാറ്റം ഏറ്റവും ഐശ്വര്യം ചൊരിയുന്നത്. ഇവരുടെ ഭൂതകാലത്ത് അനുഭവിച്ച ദുരിതങ്ങൾക്ക് കണക്കില്ല. പക്ഷേ ഇനി ഇവരുടെ യാത്ര ഉയർച്ചയുടെ വഴിയിലേക്കാണ്. സാമ്പത്തികമായി ഇവർ ഉയർച്ചയിലേക്ക് നീങ്ങും. ഏറെക്കാലം ഇവർക്ക് ഐശ്വര്യം നിലനിൽക്കും. ദേവീക്ഷേത്രങ്ങളിൽ ഇവർ ദർശനം നടത്തി വഴിപാടുകൾ ചെയ്യണം. അടുത്ത നക്ഷത്രം ഭരണി നക്ഷത്രക്കാരാണ്. ഇവരുടെ സകല ദുരിതവും ഈ ഗ്രഹമാറ്റത്തിലൂടെ നീങ്ങും. ഇനി ഇവർക്ക് സങ്കടങ്ങളില്ല. ഐശ്വര്യവും സമാധാനവും സന്തോഷവും മാത്രം. കാർത്തിക നക്ഷത്രക്കാർക്കാണ് ഇനി ഐശ്വര്യം കൈവരുന്നത്. അവരും ദേവിയെ ഭജിച്ച് വഴിപാടുകൾ നടത്തണം. സാമ്പത്തിക നേട്ടം, ആരോഗ്യം, മനസ്സമാധാനം ഇവയെല്ലാം കൊണ്ട് ഇവരുടെ ജീവിതം ധന്യമായി തീരും. ഉത്രാടം നക്ഷത്ര ജാതകർക്ക് ഗ്രഹമാറ്റം ഏറ്റവും ഉത്തമമാണ്. ഇവർ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തണം. അവിടെ പൂജകൾ കഴിപ്പിക്കണം. ദുരിതങ്ങളോട് പടവെട്ടിയുള്ള ജീവിതമായിരുന്നു ഇവർ ഇതുവരെ നയിച്ചത്. ഇനി ഈ അവസ്ഥ മാറും. സന്തോഷവും ഐശ്വര്യവും ഇവർക്കുണ്ടാവും. ഗ്രഹമാറ്റത്തിലൂടെ ജീവിതം വ്യത്യസ്തപ്പെടുന്ന മറ്റൊരു നക്ഷത്ര ജാതകരാണ് അവിട്ടം നക്ഷത്രക്കാർ. ഇവർ ഇനി സൗഭാഗ്യകാലമാണ്. തിരുവോണം, ഉത്രം, അത്തം, ചിത്തിര നക്ഷത്രക്കാർക്കും ഗ്രഹമാറ്റം ഉയർച്ചയുടെ കാലമാണ്.